നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിൻ്റെ അകത്തോട്ട് മൈദയും പാൽപ്പൊടിയും അതുപോലെ ബേക്കിംഗ് പൗഡറും നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ഇതിലോട്ട് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ബ്രാൻഡ് പാൽപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് തയ്യാറാക്കി വെക്കാം. ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഏത് ഷേപ്പ് ഉള്ള പാത്രം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ഇതിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ബട്ടർ പേപ്പർ ഇടുമ്പോൾ കേക്ക് ഇതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ബട്ടർ നന്നായിട്ട് പുരട്ടിയിട്ട് മൈദ തൂവി എടുത്താലും മതി. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് അൺസോൾട്ടഡ് ആയ ബട്ടറാണ്. നമ്മൾ സാധാരണ ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പില്ലാത്ത ബട്ടറാണ് ഉപയോഗിക്കാറ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് ഇതിനകത്ത് ചേർത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ 1 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഓരോന്നായി ഇതിലോട്ടിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയെ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അടുത്ത മുട്ട ഇതുപോലെ തന്നെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചൊന്ന് വടിച്ചിടാം. അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 മുട്ടയും ഇതിൽ ചേർത്ത് കഴിഞ്ഞ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ മിൽക്ക് കേക്ക്. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞു. നമുക്കിനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പം ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബാക്കി മാവും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. ഇപ്പം ബാറ്റർ അല്പം തിക്കായിട്ട് തോന്നും. ഇതിൽ നമ്മൾ പാലൊഴിക്കുമ്പോഴത്തേക്ക് അത് ശരിയായിക്കൊള്ളും. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. 1 കപ്പ് പാലാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പാണ് ഞാൻ ഒഴിച്ചത്. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓവൻ ഞാൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഓവന്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോകും.
പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഒരു 25 മിനിറ്റ് ആകുമ്പോൾ കേക്ക് ഒന്ന് വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കേക്ക് വെളിയിലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ്. ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. ഇത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.